മച്ചാമാരെ നമസ്കാരം. ഇന്ന് നമ്മുടെ എരുന്ത് കറിയാണ് വയ്ക്കാൻ പോകട്ടോ. അപ്പൊ എരുന്ത് കാണിച്ചു തരാം. ഇതാണ് കഴിക്കട്ടോ. അപ്പോൾ നമുക്കിത് കഴുകി കേരള കളഞ്ഞ് ക്ലീൻ ചെയ്യണം, എന്നിട്ട് കാണിക്കാട്ടോ. എരുന്ത് കഴുകി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തന്നെ അങ്ങനെ ചൂടാക്കട്ടോ. വെള്ളം ഒഴിക്കില്ല, ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൽ പൊട്ട സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇരുന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കാം. ചുവന്നുള്ളി നാളികേരം കൂടി അരച്ചെടുക്കാം ആ സമയം കൊണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരുന്തൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, ഇതിൽ ചെറിയ ഉപ്പുണ്ടാവും. ഇതൊക്കെ ഒന്ന് ഇളക്കി ചേർക്കണം, എന്നിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. നമ്മൾ ഇളക്കി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചധികമുള്ള കാരണം കുറേശ്ശെ ഇളക്കി ചേർക്കണം പറ്റുള്ളൂ കേട്ടോ. എരുന്തൊക്കെ തുറന്നുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. നാളികേരം ചുവന്നുള്ളിയും കൂടി അരച്ചാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി ചേർക്കുന്നുണ്ട്. അത്യാവശ്യം ഉള്ളത് കാരണം ശ്രദ്ധിച്ചിളക്കിനെങ്കിൽ ഒക്കെ കൂടി പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് പതുക്കിളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ഇത് മൂടിച്ച് വേവിക്കാം കേട്ടോ. സംഭവം എന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഉള്ളി താളിച്ചാൽ മതി കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി താളിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി കാട്ടാം. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇട്ടുണ്ട്. അപ്പോൾ ഉള്ളി മൂത്തുന്ന അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഉള്ളി ഒഴിക്കാം കേട്ടോ. പരിപാടി കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടാ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ. അച്ഛാ സമോസ സെറ്റായിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. സൂപ്പറായിട്ട് നല്ല ആശം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് അമർത്തിക്കോട്ടെ.